back to Breaking Hours. Reporter Big Exclusive. നിർണായക രാഷ്ട്രീയ നീക്കങ്ങളുമായി PV അൻവർ MLA. പാർട്ടിയെ ശക്തിപ്പെടുത്തി UDF-ലേക്ക് ചേക്കേറാനാണ് നീക്കം. അൻവറും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിയെന്ന് സൂചന. റിപ്പോർട്ടറിലൂടെ മുന്നണി പ്രവേശന സാധ്യതകളെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു PV അൻവർ. ആദ്യം അതൊന്ന് കേൾക്കാം. അല്ല, ആ വാതിൽ ആദ്യമേ ചാരിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വാതിൽ ചാരിക്കിടക്കുകയാണ്, വാതിൽ അടച്ചു എന്നൊക്കെ പല വാർത്തകളും വന്നിരുന്നു. ഞാൻ ആ വാതിൽ പോയിട്ട് മുട്ടിയിട്ടില്ല, വാതിൽ അടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. അല്ല, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വലിയ പൊട്ടിത്തെറി LDF-ൽ ഉണ്ടാകാൻ പോവുകയാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മൂന്നാം ചേരി LDF-ൽ നിന്ന് അടർന്ന് ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ആ മൂന്നാം ചേരി UDF-ന്റെ ഭാഗമാകാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ച വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം നമ്മൾ ഏറ്റെടുക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് നമ്മൾ നടത്തിയ ചർച്ചയിൽ പലർക്കും ഈ ജാഥയിൽ വന്ന് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. MLA-യുടെ ജനകീയ യാത്രയിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ പങ്കെടുക്കുമെന്ന പോസ്റ്റർ PV അൻവർ MLA പങ്കുവച്ചിട്ടുണ്ട്. ക്ഷണം ലഭിച്ചെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ സ്ഥിരീകരിച്ചു. എന്നാൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞത്. അല്ല, ക്ഷണം കിട്ടിയിട്ടുണ്ട്, അത് ക്ഷണിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ ആലോചിച്ച് കാരണം തീരുമാനമെടുക്കും. എന്തായാലും ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാൻ പാർട്ടിക്ക് ബൈൻഡിങ് ആണല്ലോ, പാർട്ടിയുടെ ആലോചിച്ച് നേതാക്കളെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കാര്യത്തില്ല. KPCC നിർദ്ദേശം ലഭിച്ചതിനാൽ കോൺഗ്രസ് നേതാക്കൾ ആരും PV അൻവറിന്റെ ജനകീയ യാത്രയിൽ പങ്കെടുക്കില്ലെന്ന് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ പറഞ്ഞു. ND അപ്പച്ചൻ യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അൻവർ പറഞ്ഞത്. ഇതിനെപ്പറ്റി ഇന്നലെ ഉച്ചയ്ക്ക് ഇതിൻ്റെ സംഘാടകരാരോ എന്നെ ബത്തേരിയിൽ നിന്ന് വിളിച്ചു. പരിപാടി ഉണ്ട്, ഇങ്ങനെ പങ്കെടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ അറിയില്ലല്ലോ പരിപാടിയെ പറ്റിയിട്ട്. നിങ്ങളുടെ ഫോട്ടോ ഒന്ന് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഫോട്ടോ തരാനൊന്നും പറ്റില്ല. പിന്നെ എന്നെ അൻവർ എന്നെ വിളിച്ചു, MLA. നാളെ നിങ്ങളൊന്ന് ഒരമരത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം, KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ പോലെ നേതാക്കന്മാരൊക്കെ ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളത് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുത്തതിന് ശേഷം നമുക്ക് അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നേതൃത്വം കൃത്യമായി തന്നെ പറഞ്ഞു, ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. അതുപോലെ UDF-ന്റെ ആൾക്കാരും പങ്കെടുക്കേണ്ടെന്ന് UDF-ന്റെ ചെയർമാനാണ്, സംസ്ഥാന ചെയർമാനാണുള്ള VD സതീശൻ, അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കട്ടെ അദ്ദേഹം ആദ്യമായിട്ട്. അതിനുശേഷം പങ്കെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. CPIM BJP നേതാക്കളെ കൂടി കൂടെ കൂട്ടിയ കരുത്ത് കാട്ടാനാണ് PV അൻവറിന്റെ നീക്കം. LDF-ലെ 3 MLA-മാരുമായി PV അൻവർ ചർച്ച നടത്തിയെന്നാണ് വിവരം. CPIM-ന്റെ യുവ MLA-യും ഒരു ഘടകകക്ഷി നേതാവും മുതിർന്ന BJP നേതാവും അൻവറുമായി ചർച്ച നടത്തി. രാഷ്ട്രീയ കേരളത്തിലെ നിർണായക വാർത്തയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയും R റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ഇപ്പോൾ UDF-ൽ നിന്ന് ആരും പോകേണ്ട എന്ന VD സതീശന്റെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ND അപ്പച്ചൻ അത് ശിരസ വഹിക്കുന്നു. K പ്രവീൺകുമാർ പാർട്ടിയുമായി ആലോചിക്കട്ടെ എന്ന് പറയുന്നു. അല്പസമയം മുൻപ് KC വേണുഗോപാൽ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന കാര്യമൊക്കെ പാർട്ടിയിൽ ആലോചിക്കേണ്ടതാണ്, ക്ഷണം കിട്ടിയ കാര്യം തനിക്കറിയില്ല എന്ന് പറയുന്നു. നിലവിൽ ലീഗിന്റേതടക്കം എങ്ങനെയായിരിക്കും ഈ വിഷയത്തിലെ ഒരു തീരുമാനം? സുജ, മുസ്ലിം ലീഗ് അടക്കം ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് തങ്ങൾക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്നുള്ളതാണ്. ഈ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ആ വേദിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പല നേതാക്കളും വ്യത്യസ്ത അഭിപ്രായം പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ UDF-ലേക്ക് ചേക്കേറുന്നതിനായി കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരുന്നു. അതിൽ വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുകയും KPCC പ്രസിഡന്റ് സുധാകരൻ അടക്കമുള്ള ആളുകളുമായി PV അൻവർ ഒരു ധാരണയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരം. അതിന് തൊട്ട് പിന്നാലെയാണ് PV അൻവർ ഇപ്പോൾ ഈ വന നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒരു ജനകീയ യാത്ര പ്രഖ്യാപിക്കുന്നത്. ആ ജനകീയ യാത്രയുടെ പോസ്റ്ററുകളുടെ ഇത്തരത്തിൽ വലിയ തോതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ ഇടം പിടിക്കുന്നത്. പനമരത്ത് വയനാട് DCC പ്രസിഡന്റ് അപ്പച്ചനും, അതുപോലെ തന്നെ കോഴിക്കോട് തിരുവമ്പാടിയിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, മലപ്പുറത്ത് സമാപന സമ്മേളനത്തിൽ ET മുഹമ്മദ് ബഷീറും, ചാത്തല്ലൂർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ മുത്തേടം, തിരുവമ്പാടിയിൽ മുസ്ലിം
മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കാസിം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ IC ബാലകൃഷ്ണൻ MLA നാളെ സുൽത്താൻ ബത്തേരിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് PV അൻവറിന്റെ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് PV അൻവർ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് PV അൻവർ UDF-ലേക്ക് എന്നുള്ള ചർച്ച സജീവമാകുന്നത്. PV അൻവറുമായി അല്ലെങ്കിൽ K സുധാകരൻ അടക്കമുള്ളവർ പ്രാഥമിക ചർച്ചകൾ നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ ആ യാത്രയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഔദ്യോഗികമായി പ്രതികരിച്ചത്. എന്നാൽ അതേസമയം തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പങ്കെടുക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അഥവാ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ പ്രവീൺ കുമാർ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിലെ വ്യത്യസ്ത നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞതിലാണ് ഈ ഒരു പ്രതിസന്ധി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും PV അൻവർ വലിയൊരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു. അതിനോടൊപ്പം തന്നെ PV അൻവർ പാർട്ടിയായി ചേരുന്നതിനോടൊപ്പം കുറേ ആളുകളെ കൂടി ഇടതുപക്ഷത്തു നിന്നും LDF-ന്റെ ഘടകകക്ഷികളിൽ നിന്നുള്ള ആളുകളൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ UDF-ലേക്ക് ചേർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് വലിയ തോതിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. സുജിയ, അഷ്കർ അലി കരിമ്പിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. R റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. R റോഷിപാൽ